യൂദിത്ത് 5-ാം അധ്യായം 20 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ, ആകയാൽ എൻ്റെ യജമാനനും നാഥനുമായുള്ളവേ, ഈ ജനം ഏതെങ്കിലും തെറ്റിൽ കുറ്റക്കാരാണെങ്കിൽ, തങ്ങളുടെ ദൈവത്തിനെതിരെ അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വിധം അവർ പാതകം ചെയ്തിരിക്കുന്നുവെന്ന് നാം ആദ്യം ഉറപ്പുവരുത്തണം. പിന്നീട് നമുക്ക് പുറപ്പെട്ട് അവരെ ആക്രമിച്ച് തോൽപ്പിക്കാം. എന്നാൽ ഈ ജനത്തിൽ അതിക്രമമൊന്നും കാണുന്നില്ലെങ്കിൽ, എൻ്റെ യജമാനനെ അവരെ വെറുതെ വിട്ടേക്കുക. എന്തെന്നാൽ അവർ ആരാധിക്കുന്ന അവരുടെ കർത്താവ് അവരെ സംരക്ഷിച്ച് കാത്തുപാലിക്കുകയും നാം ലോകം മുഴുവൻ്റെയും മുമ്പിൽ പരിഹാസ്യരായി തീരുകയും ചെയ്യുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അഖിയോർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കൂടാരത്തിന് ചുറ്റും നിന്നിരുന്നവരെല്ലാം മുറുമുറുക്കാൻ തുടങ്ങി. എൽഫർണസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും തീരദേശത്തു നിന്നും മോവാബിൽ നിന്നും എത്തിയിരുന്ന സകലരും അയാളെ വെട്ടിനുറുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞത്, നാം എന്തിന് ഇസ്രായേലിനെ ഭയപ്പെടണം? ശക്തമായ ഒരു ആക്രമണം നേരിടാൻ കഴിവില്ലാത്ത ദുർബലരും അശക്തരുമായ ഒരു ജനതയാണ് അവർ. അതുകൊണ്ട് ഞങ്ങളുടെ യജമാനനായ എൽഫർണസെ, നമുക്ക് മുന്നോട്ട് നീങ്ങാം. അങ്ങയുടെ മഹാസൈന്യം അവരെ വിഴുങ്ങിക്കളയും. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പുതുതാക്കണമേ. ആമേൻ.